അപ്പന് പിതാവിനെ വിവാഹം കഴിപ്പിച്ച് കുടുംബഭാരം ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു താല്പര്യം. പക്ഷേ പിതാവ് അതിന് സമ്മതിച്ചില്ല. പിതാവ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും വൈദ്യനാകാൻ പോവുകയും ചെയ്തത്. വൈദ്യനാകാൻ പോയതിന് ശേഷം അന്നത്തെ മെത്രാപ്പോലത്തെയാണ് പിതാവിനെ റോമിലേക്ക് അയച്ച് പഠിപ്പിക്കുകയും അവിടെ വെച്ച് തന്നെ പട്ടം സ്വീകരിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുകയും ചെയ്തത്. പിതാവിൻ്റെ പട്ടം സ്വീകരണം റോമിൽ വെച്ചായിരുന്നു. അതിനുശേഷം മെത്രാൻ പട്ട സ്വീകരണവും റോമിൽ വെച്ച് തന്നെ പരിശുദ്ധ പിതാവ് തന്നെ നേരിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 11-ാം പീസ് മാർപ്പാപ്പ. കുട്ടിക്കാലത്ത് വളരെ ഒരു സെമിനാരി കുട്ടിയെപ്പോലുള്ളൊരു ജീവിതമായിരുന്നു പിതാവിൻ്റേത്. എപ്പോഴും പള്ളിയിലെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ മുഴുവനും. ദിവസേന പള്ളിയിൽ പോകുമായിരുന്നു, കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. പിതാവ് വീടുമായിട്ട് വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ആളല്ലായിരുന്നു. വൈദികനായി പോയതിന് ശേഷം പിന്നെ വീടും നാടുമൊക്കെ ഉപേക്ഷിച്ചുള്ള ഒരു രീതിയിലായിരുന്നു പിതാവിൻ്റെ ജീവിതം. പിതാവ് അച്ഛനാകാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഭക്തിയായിരുന്നു അത്. അതിനുശേഷം പിതാവ് എപ്പോഴും വല്ലാർപാടത്ത് വരുമായിരുന്നു. പിതാവായതിന് ശേഷം പിതാവ് ഏത് വിദേശയാത്രയ്ക്ക് പോവുകയാണെങ്കിലും ആ പോകുന്ന അന്ന് കാലത്ത് ഉള്ള കുർബാന വല്ലാർപാടത്ത് നമ്മുടെ പള്ളിയിലായിരിക്കും നടത്തുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിറ്റേ ദിവസത്തെ കുർബാന അവിടെ ആയിരിക്കും. അത് പിതാവ് നിർബന്ധമായിരുന്നു. ഒരു മുടക്കം വരുത്തിയിട്ടുള്ളത് ഓരോ പ്രാവശ്യവും. പിതാവ് എൻ്റെ യാത്രയിൽ പല അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ ഈ മാതാവിൻ്റെ സഹായം കൊണ്ടാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം പിതാവിനുണ്ടായിരുന്നു.